അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ മംഗലത്തെ ഷാജുദ്ദീൻ റഷീദ ദമ്പതികളുടെ വീടാണിത്. 2100 സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ 35 ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലാട്ടോ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വന്നിട്ടുള്ളത്. വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ഭാഗത്ത് ജാളി ബ്ലോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സും ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. നൈറ്റ് വ്യൂ നല്ല ഭംഗിയാട്ടോ കാണാൻ. വളരെ സിമ്പിളായിട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സിറ്റൗട്ടിനോട് ചേർന്ന് കാർ പോർച്ച് വരുന്നുണ്ട്. സിറ്റൗട്ടിനോട് ചേർന്നിട്ടുള്ള ഷോവാളിന് ആ ഒരു ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. ഷോവാളിനായിട്ട് പർപ്പിൾ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് 3 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റൗട്ടിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. 280 275 ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത്. സീലിംഗ് എല്ലാം സിമ്പിളായിട്ട് ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ട് ഒരു സൈഡിലായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഒരു ബെഞ്ചും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ്. വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത്. 320 370 കാർ പോർച്ചിൻ്റെ സൈസ് വരുന്നത്. മുറ്റത്തായിട്ട് ഇപ്പോൾ മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 15 സെൻറ്റിലാണ് ഈ വീട് വരുന്നത്. മെയിൻ ഡോർ സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിലും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമാട്ടോ ഇത്. ഈ ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഡോറിൻ്റെ 2 സൈഡിലുമായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ 2 സൈഡിലുമായിട്ട് 2 വിൻഡോയും കൂടെ വരുന്നുണ്ട്. ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാട്ടോ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു സൈഡിലേക്കാണ്. ഈ ഒരു വീട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തന്നെ കേട്ടോ. വളരെ സിമ്പിളായി മനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. കിച്ചണും സ്റ്റെയർ കേസൊക്കെ ഉൾപ്പെടെ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് 1,90,000 രൂപയാണ്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളും ചെയറാണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് എല്ലാ ഭാഗവും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഫ്ലവേഴ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടും ഒരു സോഫയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടേബിളിനോട് ചേർന്ന് വരുന്ന വോളിലായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കേട്ടോ ഈ ഒരു വാഷ് ബേസിന്. ആപ്പിൾ വാഷ് ബേസിൻ തന്നെ നമുക്കൊരു വാഷ് ബേസിന് പറയാം കേട്ടോ. താഴെയായിട്ട് ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു മിറർ ആട്ടോ ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്തിന് ഭംഗി നൽകുന്നത്. മിററിന് ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഷോക്കേസും മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 620 355 ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. ഞാൻ ഈ ഒരു വീടിൻ്റെ പ്ലാന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗ് ഇവിടെ സിമ്പിളായിട്ടാണ് ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാട്ടോ ഈ ഒരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ബെഡ്റൂമിലോട്ട് പോകുന്ന ആ ഒരു വോളിലൊക്കെ ആയിട്ട് പർഗോള നൽകിയിട്ടുണ്ട്. ഷോ പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ആ ഓരോ പർഗോളൊക്കെ ഓരോ തട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. 1280 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത്. ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെയായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. ബെഡ്റൂം എല്ലാം സിമ്പിളായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 300 375 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. താഴെയായിട്ട് വരുന്ന വിൻഡോ എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിട്ട് LED ലൈറ്റ്സ് ആട്ടോ നൽകിയിട്ടുള്ളത്. ഈ ഒരു കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിന് ഇപ്പോൾ ഡോറ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്.
ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ബാത്റൂം ഡോർ ഓപ്പൺ ചെയ്ത് 185 185 സൈസ് വരുന്നത്. ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. വോളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത്. താഴെയായിട്ട് 2 ബെഡ്റൂമും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 335 300 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കോട്ടിനോട് ചേർന്ന് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലും ബെഡ്റൂമിലും ഫസ്റ്റ് ഫ്ലോറിലും എല്ലാ ഭാഗത്തും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിനോട് ചേർന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെയും സൈസ് വരുന്നത് 185 185 ആണ്. ഒരു ഗ്രേ കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലും ഒരു കോർണറിലായിട്ട് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിലായിട്ടും മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ഹാൻഡ് റെയിൽ GI പൈപ്പിൽ വുഡിൻ്റെ പെയിൻറ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ആ ഒരു ഭാഗത്ത് നിന്നായിട്ടുള്ള താഴേക്കുള്ള വ്യൂ ആണിത്. സ്റ്റെയർ കേസ് വരുന്ന ആ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഈ ഒരു വീട്ടിലെ വാർഡ്രോബും കിച്ചൺ കബോർഡും എല്ലാം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ചെറിയ ഹാള് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. താഴെയുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡോർ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലും ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് വരുന്ന വിൻഡോ എല്ലാം UPVCയിലും അതുപോലെ GI പൈപ്പും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോട്ടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന വോളിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. 300 375 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. അവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് 185 185 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. താഴെയുള്ള ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിനെയാണ് ഈ ഒരു ബാത്റൂമിലും ടൈല് വിരിച്ചിട്ടുള്ളത്. സെയിം ഡിസൈനിലുള്ള ടൈലുകൾ നമ്മൾ ബാത്റൂമിലൊക്കെ വിരിക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയും. അതുപോലെ ഈ ഒരു ബാത്റൂമിൽ ഇവിടെയായിട്ട് ഇതുപോലെ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് 2 ഡോർ അവിടെ വരുന്നുണ്ട്. ഒരു ഡോറ് ബാൽക്കണിയിലേക്കുള്ളതാണ്. ഈ ഒരു ബാൽക്കണിയുടെ ഡോറ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിൽ നിന്നും ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് ഹാളിൽ നിന്നുള്ള മറ്റൊരു ഡോറ് വരുന്നത്. ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത്. ബാൽക്കണിയിൽ നിന്ന് നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മറ്റൊരു ഡോറ് വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മൾ കാണുന്ന ആ ഒരു സർക്കിളായിട്ടുള്ള ഭാഗമാട്ടോ ഇത്. ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 335 300 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ വിൻഡോക്ക് UPVC GI പൈപ്പ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വിൻഡോന് തൊട്ടടുത്തായിട്ട് സീറ്റിംഗും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് കോട്ടാണ് എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്.
ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെയായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. 185 185 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. താഴെയുള്ള ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. ബാത്റൂമിലെല്ലാം വോളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ സ്റ്റെയർകേസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. മുകളിലെ ഹാളിൽ നിന്നും ഇവിടെയായിട്ട് മറ്റൊരു ഡോർ വരുന്നുണ്ട്. അവിടെയാണ് അലക്കിയിടാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു ബെഞ്ചും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസോടുകൂടി വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും അതുപോലെ വിറകടുപ്പും ഗ്യാസും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് കിച്ചണിൽ വോളിലെല്ലാം വിരിച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഈ ഒരു വാളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അവിടെയായിട്ട് റാക്കും കൊടുത്തിട്ടുണ്ട്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് വിറകടുപ്പും ഗ്യാസൊക്കെ വരുന്നത്. വിറകടുപ്പിനായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ടും വിറകടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത്. നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലാബിന് കോർണറിലായിട്ടാണ് സിങ്ക് വരുന്നത്. അവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. റാക്കും കൂടെ നൽകിയിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 340x300 ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായി വിശാലമായി ഒരുക്കിയിട്ടുള്ള ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവയൊന്നും കൂടാതെ ഈ ഒരു കിച്ചണിൽ ഇവിടെയായിട്ടൊരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട്. റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത്. 170x175 സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത്. സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. 340x200 ഈ ഒരു വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത്. ഇവിടെയായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീനും പാത്രം കഴുകാനുള്ള സ്പേസും പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ ഈ ഒരു വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാനുണ്ട്. ബാക്ക് സൈഡിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു വരാന്ത നൽകിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഉപകാരമാവുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്